ഹലോ, ഇന്ന് പാർട്ട് 2 വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ലൈനിങ് മെറ്റീരിയലുകളുമായിട്ട് ഈ ഒരു മെയിൻ ക്ലോത്ത് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ക്യാമറയുടെ വെച്ചിരുന്ന സ്റ്റാൻഡിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ് ഇതുപോലെ ഇങ്ങനെ ഹാങ് ആവുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഇതിൻ്റെ ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ആ പ്രശ്നമില്ല. ഇതിപ്പോൾ എന്തോ ഒരു ഇത് പറ്റിയതാണ്, ഇങ്ങനെ വെച്ചിരുന്ന സമയത്ത് എന്തോ പറ്റിയതാണ്. മെഷീൻ്റെ വൈബ്രേഷൻ കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റാൻഡ് ഒന്ന് ഹാങ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെട്ടൽ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ നമ്മുടെ ആ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു മെയിൻ ക്ലോത്ത് ഇച്ചിരി ഭയങ്കര പാടായിരുന്നു. ഇച്ചിരി എന്നല്ല, കുറച്ചധികം പാടായിരുന്നു നമുക്ക് ആ ലൈനിങ്ങായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാൻ. കാരണം അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി മാറുമായിരുന്നേ. പക്ഷേങ്കിൽ ഇതിൽ ചെയ്തു വരുമ്പം നല്ല ഭംഗിയായിട്ട് വരും. പക്ഷേ ആ ഒരു ക്ലോത്ത് തയ്ച്ചെടുക്കാൻ ഇച്ചിരി ഒരു പ്രയാസമായിരുന്നു, അളവിനൊക്കെ കറക്റ്റായിട്ട്. അപ്പം ഞാൻ എന്തായാലും വളരെ കഷ്ടപ്പെട്ട് തന്നെ ഇങ്ങനെ ഇതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലത്തെ ഒരു പീസാണ് നമ്മളിപ്പോൾ ആദ്യം ലൈനിങ് പിടിപ്പിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും ലൈനിങ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണേ. നമുക്ക് ഈ എക്സസ് വരുന്ന പീസുകളെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി നീറ്റായിട്ടെടുക്കാം. ഇനി ലൈനിങ് പിടിപ്പിച്ച 2 പീസുകൾ കൂടി നമുക്ക് ഒന്നിച്ചൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ആ നെക്കുകൾ തമ്മിലൊന്ന് നമ്മൾ കൂട്ടി യോജിപ്പിച്ചെടുത്തു ഇതുപോലെ. ഇനി നമുക്ക് ഇവിടെയാണ് ആ ഒരു പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അയൺ ചെയ്ത് കൊണ്ടുവരണം. പിന്നെ അയൺ ചെയ്യുമ്പോൾ സൂക്ഷിച്ചോണേ, ഈ ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് ഉരുകിപ്പോകാതെ ശ്രദ്ധിച്ചോണേ. പിന്നെ നമുക്ക് ഈ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി ഇട്ടെടുക്കണം. അത് നമ്മൾ വലിയ കാണിയിലാണ് സ്റ്റിച്ച് ഇട്ടെടുക്കുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിതുപോലെ പ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ഈ ഒരു ത്രെഡിനകത്ത് പിടിച്ച് വലിക്കുമ്പോൾ നമുക്കിതുപോലെ തന്നെ നല്ല നീറ്റായിട്ട് ആ ഫ്രണ്ടിലത്തെ ആ ഞൊറിവുകളൊക്കെ നന്നായിട്ട് വരുവേ. അപ്പോൾ ഒരുപോലെ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ അവിടെ ഒരു തയ്യൽ ആദ്യം ഇട്ട് കൊടുത്തത്. അപ്പം നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ ഷേപ്പും ആ ഒരു നമ്മൾ പിക്ചറിൽ കണ്ടതുപോലെ ഏകദേശം ആയത് കണ്ടോ. അപ്പോൾ ഇങ്ങനെ ആ ഒരു പ്ലീറ്റ്സൊക്കെ വന്നപ്പോഴാണ് ആ നെക്കും കറക്റ്റ് ആ ഒരു രീതിയിലേക്ക് വന്നത്. ഇനി നമുക്ക് ആ ഒരു തയ്യലൊന്ന് സെക്യൂർ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കാണി വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് ചെറുതിലാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് പുറത്തുകൂടി സ്റ്റിച്ച് ചെയ്തെടുക്കണേ. ഇനി അപ്പോൾ നമ്മുടെ ആ ഒരു ഞൊറിവുകളൊന്നും മാറിപ്പോത്തില്ല, അവിടെ നല്ല ഫിക്സ് ആയിട്ടിരുന്നോളൂ അത്. അപ്പോൾ നമ്മുടെ ആ ഒരു ഫ്രണ്ട് പോർഷൻ്റെ ഏകദേശ പണികളൊക്കെ തീർന്നു. ഇനി നമുക്ക് ആ ഒരു നെക്ക് കൂടി ഒന്ന് ചെയ്തെടുക്കാവേ. അപ്പം നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇന്നാളിലൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ സിമ്പിളായിട്ട് ഞാൻ അയൺ ചെയ്യാതെയാണ് ആ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഇതും സ്റ്റിച്ച് ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടി ഞാൻ ഇതുപോലെ അങ്ങ് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവാസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പുറത്തേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കുറേ അധികം തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടിന് വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിലും നിങ്ങളൊന്നും വിചാരിക്കരുത്. നമുക്ക് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമാണ് ഇനിയിപ്പം. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്രയും സമയം ഇല്ലാഞ്ഞിട്ടും ഇതിന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ്. ഇതൊരു പുതിയ പാറ്റേൺ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. കാരണം നമ്മൾ ഇത് ഒരുപാട് ഈ യൂട്യൂബിൽ സെർച്ച് ചെയ്താലും നമുക്ക് ചില പാറ്റേണുകളൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ ഇത് ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു വീഡിയോ കണ്ടിട്ട് അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ഈ ഒരു നെക്ക് റെഡിയാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നില്ലേ. പിന്നെ നമുക്ക് അടുത്ത ആ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു താഴേക്ക് വരുന്ന, അത് നമ്മൾ ഇതുപോലെ ഒന്ന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കണമേ. അപ്പോൾ ഇതിൽ ഞാൻ ആ ഒരു മെയിൻ ക്ലോത്ത് കൊടുക്കുന്നില്ല, കാരണം ഇതിൻ്റെ പുറത്തായിട്ട് ഇനി ഒരു കവറിങ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ആ കവറിങ് വരുന്ന പീസിൽ മാത്രമേ നമ്മൾ ആ ഒരു മെയിൻ ക്ലോത്ത് വെച്ച്
ആ ഒരു ഷേപ്പ് ചെയ്യത്തുള്ളൂ, ആ ഒരു ഷേപ്പിൽ തയ്ച്ചെടുക്കത്തുള്ളൂ. അല്ലാതെ ഇതിൽ നമ്മൾ ആ ഒരു പീസ് മെയിൻ ക്ലോത്ത് വെച്ച് തയ്ച്ചെടുക്കുന്നില്ല ഇവിടെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പതുക്കെ വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഞാനിവിടെ ഇച്ചിരി ഫാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് എൻ്റെ അത്രയും ലോങ് വീഡിയോയ്ക്ക് കൂടുന്നതുകൊണ്ട് ഞാനിത് ഇച്ചിരി ഫാസ്റ്റിലിട്ട് കാണിക്കുവാണ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി എക്സസ് വരുന്ന പീസുകളൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ആ ഫ്രണ്ടിൽ ആ ഒരു വി ഷേപ്പിൽ വരുന്ന താഴേക്ക് വരുന്ന ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈനിങ്ങിൽ. അപ്പം നമുക്ക് അതുകൂടി ഒന്ന് ആ ഒരു മെയിൻ ക്ലോത്തുമായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കണം. എന്നിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതാ ഇതുപോലെയാണ് ആ ഒരു വി ഷേപ്പിലെ ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ ഒരു മെയിൻ ക്ലോത്തിനകത്തോട്ട് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാവേ. പിന്നെ ഇതിൽ നമ്മൾ ആ ഒരു ക്യാൻവാസ് ഒന്നില്ലേ പേപ്പർ ക്യാൻവാസ് വെച്ച് ചെയ്യുവാണെങ്കിൽ കുറച്ച് ഫിനിഷിങ്ങിൽ ആ താഴേക്ക് വരുന്ന പോർഷൻ നമുക്ക് ആ ഒരു ഷാർപ്പായിട്ടൊക്കെ തന്നെ ഇരിക്കും. ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് ഒന്നും വെക്കാതെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൂടിയൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ആ ഷാർപ്പിൽ നല്ല ആ ഒരു ഷേപ്പൊക്കെ കറക്റ്റായിട്ട് തന്നെ ഇരിക്കും. എന്നിട്ട് ഇതാ ഇതുപോലെ നമ്മളൊന്ന് തിരിച്ചിട്ടാണ് ഇത് തയ്ച്ചെടുത്തത് അടിഭാഗമേ. എന്നിട്ട് ആ ലൈനിങ് വരുന്ന പീസിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ ചെറുതായിട്ട് എൻ്റെ മിഷീൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതാണ് ക്യാമറ ഞാൻ ഈ രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്തത്. പക്ഷേ എൻ്റെ പഴയ ഞാൻ ഇട്ടിരുന്ന പോലെ തന്നെ ഇടുന്നതായിരിക്കും എൻ്റെ ഈ ഒരു ലൈറ്റിൻ്റെ ആ ഒരു ഇതിനെ അഫക്റ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നി വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ നേരത്തെ കിടന്നതുപോലെ തന്നെ ആ ഒരു മെഷീൻ ഇടുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പം തോന്നി കേട്ടോ. അപ്പം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതാ അപ്പോൾ നമ്മുടെ ഈ അടിഭാഗം കണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ആ ഒരു ലൈനിങ്ങുമായിട്ടൊന്ന് സെക്യൂറാക്കി ഒന്ന് തയ്ച്ച് വെച്ചേക്കാം. ഇതുപോലെ നമ്മളൊന്ന്, കാരണം ഇത് അടിക്കടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മെയിൻ ക്ലോത്ത് മാറി മാറി പോണത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പിടിച്ച് തയ്ക്കുന്നത്. ഇപ്പോൾ ഒരുപാട് നേരം എടുത്ത് ചെയ്ത ഒരു പ്രോസസ്സാണ്. പിന്നെ ഈ വീഡിയോ ആയിട്ട് വരുമ്പം കുറച്ചായിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒരു നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ആ തുണി അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെന്നി മാറാൻ ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഏതായാലും നമ്മളതും അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ നമ്മൾ നേരത്തെ തയ്ച്ച് വെച്ച ആ പീസുമായിട്ട് നമുക്ക് ഇത് തമ്മിലൊന്ന് യോജിപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഞാൻ ഇവിടെ കാണിച്ചല്ലോ ഒരു പീസ് ലൈനിങ് മാത്രമായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഷേപ്പിൽ. അതും പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ലൈനിങ് പിടിപ്പിച്ചെടുത്ത ആ മെയിൻ ക്ലോത്തും കൂടി ഒന്നിച്ച് വെച്ചൊന്ന് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവരെ തമ്മിലാണ് നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു മുകളിലത്തെ ആ ഒരു യോക്ക് പോർഷനിലേക്കൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ എനിക്ക് പറയുമ്പോൾ ഇത്രയും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുള്ളൂ. ഇതാ ഇതിൽ നിങ്ങൾക്ക് കാണുമ്പം മനസ്സിലാവും. അപ്പം ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ വിട്ട് കളയണേ. പിന്നെ ഇതാ ഇതിൽ കാണുമ്പം മനസ്സിലായി കാണും. അത് അടിയിൽ ഇതാ കാണുന്നത് നമ്മൾ നേരത്തെ പിടിപ്പിച്ചെടുത്ത ആ ഒരു പീസാണ് ഇതിൻ്റെ അടിയിൽ കാണുന്നത്. അത് തമ്മിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് കിടക്കുന്നത് അവിടെ ആ ഭാഗം. ഇനി ഇത് തമ്മിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ആ യോക്കും താഴേക്ക് വരുന്ന പോർഷനും കൂടി ഒന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പം നല്ല രീതിയിൽ നോക്കിയിട്ട് തയ്ച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക് തിരിച്ചിട്ടെടുക്കുമ്പോൾ. ഇനി അപ്പുറത്തെ സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് തന്നെ തയ്ച്ചെടുക്കാവേ. അങ്ങനെ നമ്മൾ അത് തയ്ച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു യോക്ക് ഫ്രണ്ട് യോക്ക് നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫ്രണ്ടിലത്തെ യോക്ക് പോർഷൻ നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മളിതിൻ്റെ ആ ഒരു
താഴേക്ക് വരുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, നമ്മുടെ ആ സ്കേർട്ടിൻ്റെ പോർഷൻ, അതെവിടെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ ഇനി കാണിച്ചു തരാം. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാതെ നമുക്ക് ആ പിക്ചർ തന്നതുപോലെ തന്നെ, ആ പിക്ചറിനെക്കാട്ടിൽ പിന്നെ എക്സ്ട്രാ കുറച്ച് ഞൊറിവുകൾ ഫ്രണ്ടിലുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം നമുക്ക് ഇത്രയും ഞൊറിവ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് തുണി എടുത്താൽ മതി നമുക്ക്. അപ്പം നമുക്ക് നെക്കൊക്കെ ഏകദേശം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സ്ലീവ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്ലീവിൻ്റെ ലൈനിങ് എല്ലാം അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിഭാഗം നമുക്ക് ഇതുപോലെ ഒരു തവണ ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അകത്തേക്ക് മടക്കി ഉരുട്ടി ഒന്ന് തയ്ച്ചെടുക്കാവേ. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ നമ്മൾ സാധാരണ നമ്മുടെ ആ ഒരു സ്ലീവൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ അടിഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആകെ വ്യത്യാസം ഒന്ന് ചെറുതായി മടക്കി തയ്ച്ചെടുക്കുന്നതേ ഉള്ളേ, അധികം വീതി ഇല്ലാതെയാണ് നമ്മളിതൊന്ന് തയ്ച്ചെടുക്കുന്നത്. ഇനി ഇത് ശകലവും കൂടി മുകളിലേക്ക് 1 ഇഞ്ചൊന്ന് മാറ്റി മുകളിലേക്ക് വെച്ചിട്ട് നമ്മളൊരു നോർമൽ ഒരു വലിയ കാണിയിൽ ആ ഒരു സ്റ്റിച്ചിട്ടെടുക്കണം. അത് നമ്മൾ ആ ഒരു പ്ലീറ്റ്സ് അവിടെ കൊടുക്കാൻ വേണ്ടിയാണ്. ആ ഒരു പഫ് സ്ലീവാണല്ലോ നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് 1 ഇഞ്ച് നീക്കിയിട്ട് മുകളിലേക്ക് നീക്കി നമ്മളൊന്ന് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ഒരു ത്രെഡ് വലിച്ചിട്ട് നമുക്ക് അവിടെ ആ ഒരു പഫ് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ ആ താഴത്തെ ആ പഫൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മുകളിലേക്കുള്ള ആ ഒരു പ്ലീറ്റ്സ് കൂടി ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാവേ. അതിന് ഞാൻ ഇതുപോലെ ആ ഒരു ചുളിവ് വരുന്ന ഭാഗത്തായിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഓരോ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുന്നതേ ഉള്ളേ, അല്ലാതെ വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇവിടെ. ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സ്ലീവ് റെഡിയാവും. അപ്പോൾ ഇവിടെ ഞാനൊരു ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടാണ് ആ സ്ലീവ് കൊടുത്തത്. നമ്മുടെ ആ പിക്ചറിൽ വരുമ്പം ലൈനിങ് ഇല്ലാതെയാണ് അവർ ആ ഒരു സ്ലീവ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ആ ഒരു സ്ലീവിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ്. ഇനി നമ്മൾ ഇട്ട ആ ഒരു പഫൊക്കെ നമുക്ക് ആ ഒരു പ്ലീറ്റുകളൊക്കെ നമുക്കൊന്ന് സെക്യൂറാക്കി ഒരു സ്റ്റിച്ച് കൂടി ഇട്ടെടുക്കണം. അതാണ് ഞാനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ യോക്കിൻ്റെ പോർഷൻ ഒന്ന് പിടിപ്പിച്ചെടുക്കണം. ഞാനിതിൽ കാണിക്കുന്നത് പോലെ ഈ ഒരു പീസിലാണ് നമ്മൾ ആ ഒരു താഴേക്ക് വരുന്ന സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ നടുഭാഗം നോക്കിയിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. ആ സെൻറ്ററും കൂടി ആദ്യം നമ്മൾ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്കൊക്കെ അധികം പീസുകൾ എക്സ്ട്രാ കിടക്കും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി ആ സെൻറ്ററിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ 2 സൈഡിലേക്കും ഒരേപോലെ ഈക്വലായിട്ട് തന്നെ നമുക്ക് ആ ഒരു മെറ്റീരിയൽ കിട്ടുവേ. ഇനി നമുക്ക് അടുത്ത വശത്തേക്ക് ഇതുപോലെ തന്നെ സെൻറ്ററിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് പിടിപ്പിച്ചെടുക്കാം. ഇതാ ഇതുപോലെയാണ് വന്നത്, കണ്ടോ? അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. പിന്നെ ഈ ഒരു പ്ലീറ്റ്സ് നമ്മൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് ഞാനിവിടെ റഫായിട്ട് ഒരു തുണിയിൽ കാണിച്ചു തരാവേ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു മെറ്റീരിയൽ എടുത്തതെങ്കിൽ ഇതിൽ വലിയൊരു പ്ലീറ്റ് ആദ്യം നമുക്കൊന്ന് പിടിച്ചിട്ട് അവിടെ നമ്മളൊന്ന് സൂചി കുത്തി നിർത്തണം. എന്നിട്ട് അകത്തേക്ക് 2 മടക്കിലൊന്ന് മടക്കി വെക്കുമ്പോഴാണ് നമുക്ക് ആ രീതിയിൽ ആ പ്ലീറ്റ്സൊക്കെ ഒന്ന് നല്ല പഫി ആയിട്ടൊന്ന് പൊങ്ങി നിൽക്കത്തക്ക രീതിയിൽ കിട്ടത്തുള്ളേ. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇൻവിസിബിൾ സിബ്ബാണ് ബാക്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിലത്തേക്ക് ലൈനിങ് നമ്മൾ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് 2 തയ്യൽ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാവേ. ഇനി നമ്മൾ 2 പീസും രണ്ടായിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് മാറ്റും. ഇങ്ങനെ തയ്യലിട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു മെയിൻ ക്ലോത്ത് നമ്മളിത് ചിലപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് രണ്ടും വല്ലാത്ത രീതിയിൽ മാറിപ്പോവും. അതുകൊണ്ടൊക്കെയാണ് ഇതുപോലെ ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇൻവിസിബിൾ സിബ്ബ് സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ മുമ്പുള്ള വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല.
ഈ ഒരു മെറ്റീരിയലിൻ്റെ ഈ ഒരു കളറും കൂടി ആയിട്ടായിരിക്കും നമുക്ക് അധികം ഒരു വലിയ വ്യത്യാസം നമുക്കിതിൽ തോന്നുന്നില്ല. മിഷീനും ആ മെറ്റീരിയലിൻ്റെ കളറും എല്ലാം കൂടി ഒരേ കളറിൽ തന്നെ ഇരിക്കുന്നത്. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. പിന്നെ ഇതാ ഇതുപോലെ ഇനി നമ്മൾ ആ ഒരു ബാക്കിലത്തെ ഞൊറിവുകളും താഴേക്ക് വന്ന സ്കർട്ടിൻ്റെ പോർഷനുമായിട്ടൊന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അധികം ഡീറ്റെയിൽ കാണിക്കാത്തത്. ഇങ്ങനെ തന്നെ നമ്മൾ ആ ഫ്രണ്ടിൽ പിടിപ്പിച്ച പോലെ തന്നെ സെൻറ്ററിൽ നിന്നാണ് പിടിപ്പിച്ച് തുടങ്ങുന്നത്. അതാ നമ്മുടെ ഞൊറിവുകളൊക്കെ ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പീസുകളും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഷോൾഡർ തമ്മിലൊന്ന് ചേർത്തെടുക്കാവേ. അപ്പോൾ ഷോൾഡർ നമ്മൾ ഈ തുണി ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഇത് തെന്നിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇത് വളരെ സൂക്ഷിച്ചാണ് ആ ഷോൾഡറൊക്കെ പിടിപ്പിച്ചത്. കാരണം അല്ലെങ്കിൽ അത് ആ ഒരു ഷേപ്പേ മാറിപ്പോവും. ഷോൾഡർ നീങ്ങിയൊക്കെ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇതിൻ്റെ ഷോൾഡറൊക്കെ പിടിപ്പിക്കാൻ. പിന്നെ ഇതിൻ്റെ ആ ഒരു സ്ലീവായിരുന്നു നമ്മൾ പിന്നീട് ഈ സ്ലീവ് കൂടി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അവരുടെ അളവിനനുസരിച്ച് ആ കുട്ടിയുടെ അളവിനനുസരിച്ച് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇത് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഷേപ്പൊക്കെ അടിച്ച് നമ്മൾ അടിവശമൊക്കെ ഒന്ന് മടക്കി തയ്ച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് ആയോവേ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഞാൻ ആ ഒരു ഫോട്ടോയും കൊടുക്കുന്നുണ്ട് ഇതിൽ. രണ്ട് സ്ലീവ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്കിത് നല്ല രീതിയിൽ നീറ്റായിട്ട് തന്നെ നമ്മുടെ ഷേപ്പ് കൂടിയൊക്കെ അടിച്ചെടുത്താൽ നമ്മുടെ ഫൈനൽ ലുക്ക് ആവും. ഇതൊക്കെ പിന്നെ ഓരോരുത്തരുടെ അളവിനനുസരിച്ചാണ് നമ്മൾ ഷേപ്പൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത് അത് ഡീറ്റെയിൽ ആയിട്ട്. സാധാരണ നമ്മൾ ഫ്രോക്കൊക്കെ എങ്ങനെയാണ് സൈഡിൽ ജോയിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ തന്നെയാണ് ഇതിവിടെയും ചെയ്യുന്നത്. അല്ലാതെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി അളവ് നോക്കിയിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്.